നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം അവരുടെ പുതിയ ഈ മാറ്റമാണ്. എന്ത് മാറ്റം? വസ്ത്രത്തിലും വേഷത്തിലൊക്കെ വന്ന മാറ്റം നോക്ക് നിങ്ങൾ. ആ പാൻറ് കയറി നിര്യാണിക്ക് മേലെ കയറി ദേഹത്ത് ഒട്ടിച്ചേർന്ന ടീഷർട്ടുകളായി മാറി. ചുണ്ടുകളും കവിളുകളും ഒക്കെ പുതിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അലങ്കൃതമാക്കാൻ തുടങ്ങി. ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അപകടം എന്താണ് നിങ്ങൾ? ആരെ മുമ്പിലേക്കാണ് ഈ പെൺകുട്ടികൾ ചെല്ലുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ആരെ മുമ്പൊക്കെ ചെല്ലുന്നത് നിങ്ങൾ? നേരം പുലരുവോളം പോൺ സൈറ്റിൽ കണ്ട് അന്യ പെണ്ണുങ്ങളുടെ നഗ്നതകളും വീഡിയോകളും കണ്ട് ദാഹിച്ച് നിൽക്കുന്ന പയ്യന്മാരുടെ അടുക്കലേക്കാണ് ക്യാമ്പസിലേക്കും കോളേജിലേക്കും റോട്ടിലേക്കും നമ്മുടെ മക്കൾ ഇറങ്ങണത്. തിരിച്ച് കിട്ടില്ല സുഹൃത്തുക്കളെ. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. നമുക്കൊക്കെ നമ്മുടെ കുട്ടികളെ ഭയങ്കര വിശ്വാസമാണ്. എന്തായാലും അവരൊന്നും വഴിതെറ്റി പോകൂല. അതാണ് മംഗലാപുരത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ഒരു മുസ്ലിം പോലും അല്ലാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ മകൾ തീരുമാനിച്ചു എന്ന വിവരമറിഞ്ഞ് ആകെ മനോവിഷമം വന്ന ഒരു പിതാവ് എന്നെ വിളിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അവള് നല്ല മോളാണ്, അവള് മഫ്തടാതെ എവിടെയും പോകില്ല, അത്ര അച്ചടക്കമാണ്, അത്ര നല്ല കുട്ടിയാണ്. അതാണത്രേ അവിടെ കൊണ്ടുപോയി വെക്കാൻ കാരണം. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും വാപ്പാന്മാരും ഇങ്ങനെ വിചാരിക്കണേ എന്റെ മോൻ നല്ലാണ്. പിന്നെ ഈ മക്കളൊക്കെ ആരുന്ന സുഹൃത്തുക്കളെ? അവരൊക്കെ നമ്മളെ പോലുള്ള വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളാണ്. പക്ഷെ സാഹചര്യങ്ങൾ കിട്ടിയോ നമ്മുടെ കുട്ടികൾ പോകും. പിന്നെ കരഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം,